നമസ്കാരം. JR ഓപ്ഷൻ ഇൻസൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിനും ഗുരുനാഥനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ ആരംഭിക്കാം. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ സംസാരിച്ചത് ഓഹരി വിപണിയെ പറ്റിയും ഓഹരി വിപണിയുടെ വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം, അതിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് എങ്ങനെ ഓഹരി വിപണിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി തന്നെ എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നതിനെ പറ്റിയിട്ടാണ് നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു പർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്കുകൾ, ഷെയർസുകൾ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അതൊരു 2-3 വീക്സോ അല്ലെങ്കിൽ 2 വീക്സോ അല്ലെന്നുണ്ടെങ്കിൽ അപ് ടു 3 മന്ത്സ് വരെ നമ്മളത് ഹോൾഡ് ചെയ്യുകയും നമ്മളതിൽ വിൽക്കാൻ ഉദ്ദേശിച്ച വില വരുമ്പോൾ അത് വിൽക്കുകയും ചെയ്യുന്നു. നമുക്കത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വിലയിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച വിലയിൽ നിന്നത് താഴേക്കും പോകാം, നഷ്ടവും വരാം. അപ്പോൾ ഒരു വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ ഒരു വാങ്ങൽ വിൽക്കൽ പ്രക്രിയ നടക്കുന്നു. അപ് ടു 3 മന്ത്സ് വരെ നമുക്കത് ഹോൾഡ് ചെയ്യാം. ആ ഒരു ടൈം പീരീഡിനുള്ളിലാണ് നമ്മളതിൻ്റെ കച്ചവടം നടത്തിയതെങ്കിൽ ആ ഒരു മെത്തേഡിനെ, ഒരു കാറ്റഗറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു കമ്പനിയുടെ സ്റ്റോക്കുകൾ, ഒരു ഷെയറുകൾ നമുക്ക് വാങ്ങിച്ചിട്ട് ഒരു ലോങ് ടേമിലേക്ക് നമുക്കത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് വർഷങ്ങളാവാം, 5-6 വർഷങ്ങളുടെ മുകളിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ വലിയൊരു ബിഗ്ഗസ്റ്റ് കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടനയെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഇൻഡസ്ട്രിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മെയിൻ വ്യാവസായിക മേഖലകളൊക്കെയും, അതായത് റിലയൻസൊക്കെ അതിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അതൊക്കെയും വളരും. സ്വാഭാവികമായിട്ടും അതിനും വളർച്ചയുണ്ടാകും. അപ്പം ഇപ്പോൾ നിൽക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 1500, 1500 അത് ചിലപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് എബോവ് 2000, 3000 അടുത്തൊക്കെ ചിലപ്പോൾ ആ ഷെയറിൻ്റെ വില വന്നേക്കാം. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പെർസെൻറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അതേപോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങളുടെ രംഗത്താണ് പുതിയ പുതിയ മോഡലുകൾ ലോഞ്ച് ചെയ്യുന്നതിലും അവരുടെ ബിസിനസ് രീതികളൊക്കെയും തന്നെ വളരെ വ്യത്യസ്തമാണ്. അപ്പം നമ്മളൊരു കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മളത് ലോങ് ടേം വ്യൂവിലേക്ക് കണ്ട് നമ്മളൊരു നിശ്ചിത എമൗണ്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ലൊരു റിട്ടേൺ കിട്ടും. ആ ഒരു പർട്ടിക്കുലർ മെത്തേഡിനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ മികച്ചൊരു ഇൻവെസ്റ്ററാണ് വാരൻ ബഫറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ കമ്പനികളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂവും അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് മെത്തേഡും സ്ട്രാറ്റജികളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ രാകേഷ് ജുൻജുവാല, ഇന്ത്യയിൽ നിന്ന് പറയുകയാണെങ്കിൽ രാകേഷ് ജുൻജുവാല എന്ന് പറയുന്നതും വളരെ മികച്ചൊരു ഇൻവെസ്റ്ററാണ്. അദ്ദേഹം ഇപ്പം മരണപ്പെട്ടു. അപ്പോൾ ഇവരൊക്കെ തന്നെ മികച്ചൊരു ഇൻവെസ്റ്റേഴ്സാണ്. മികച്ച രീതിയിൽ തന്നെ കമ്പനികളെ കണ്ടെത്തുന്നതിലും അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രമാണ് ലോങ് ടൈമിലേക്ക് നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. മൂന്നാമതായിട്ട് പറയാനാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ അസറ്റ് അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ നമ്മളത് വിൽക്കുന്നു. ആ ഒരു ഇന്നത്തെ ദിവസം തന്നെ നഷ്ടമായാലും ലാഭമായാലും അത് ഇന്ന് തന്നെ നമ്മളതിൻ്റെ വാങ്ങൽ വിൽക്കൽ പ്രക്രിയ നടത്തുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും കാര്യങ്ങളൊക്കെ പറയുന്നത്. വളരെ ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കുന്നവർക്കും അതൊരു വിരസതയായിട്ട് തോന്നും. അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്